ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ 70-ാം വാർഷിക പരിപാടികളുടെ സമാപനം കൊല്ലത്ത് നടന്നു. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്ത സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കൊല്ലം ആശ്രാമം മൈതാനി മുതൽ കണ്ടോൺമെന്റ് മൈതാനി വരെ നടന്ന അവകാശ സംരക്ഷണ റാലിയിൽ വലിയ ജനപങ്കാളിത്തമുണ്ടായിരുന്നു. തെക്കൻ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും എത്തിയവർ ഭരണകൂട ഭീകരതയ്ക്കെതിരെയുള്ള താക്കീതായാണ് റാലിയിൽ അണിചേർന്നത്. തുടർന്ന് നടന്ന അവകാശ സംരക്ഷണ സമ്മേളനം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ മതമൈത്രിയും സാമുദായിക സൗഹാർദ്ദവും കാത്തുസൂക്ഷിക്കാൻ ഏവരും ജാഗ്രതയോടെ ആയിരിക്കണമെന്ന് തങ്ങൾ പറഞ്ഞു. ജനാധിപത്യപരമായ രീതിയിൽ അതിനെതിരെ പ്രതികരിക്കുവാൻ നമുക്ക് സംഘബലം ആവശ്യമാണ്, സംഘബോധം ആവശ്യമാണ്, ഐക്യം ആവശ്യമാണ്. സഹപ്രതിത്വത്തോടെ എല്ലാവരുടെയും പിന്തുണ ആർജിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകേണ്ടതിന്റെ ആവശ്യകത. ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമം രാജ്യത്തിനെതിരായ അതിക്രമമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും എതിർക്കപ്പെടേണ്ടതാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. മതവും അധികാരവും തമ്മിലുള്ള അതിർവരമ്പുകൾ വേർതിരിച്ചറിയാൻ കഴിയാത്ത വിധം നേർത്തു വരികയാണ്. തികച്ചും ആശങ്കാജനകമായ സംഗതിയാണിത്. മതസൗഹാർദ്ദത്തിനും സാമുദായിക ഐക്യത്തിനും കേൾവികെട്ട നാടാണ് നമ്മുടേത്. ഈ നാടിൻ്റെ സാമൂഹ്യ അന്തരീക്ഷം മലിനമാക്കുന്നതിനും ബോധപൂർവമായ ചില ശ്രമങ്ങൾ നടക്കുന്നു. ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ 70-ാം വാർഷികത്തിന്റെ ഭാഗമായുള്ള സുവനിയർ PK കുഞ്ഞാലിക്കുട്ടി പ്രകാശനം ചെയ്തു. ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞി മൗലവി നയപ്രഖ്യാപനം നടത്തിയ ചടങ്ങിൽ ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. മീഡിയ 1 കൊല്ലം.